മരിയ നമുക്കുള്ള കടുക്കതാ വരുന്ന അരിമുഖം എന്ന് പറയുന്നത് മറ്റതില്ലേ ഞാനൊന്ന് നോക്കട്ടെ. ഏറ്റവും നല്ല കടുക്ക കിട്ടില്ല എവിടുന്ന ഈ പുല്ലാണ് ഒഴിവാക്കേണ്ടത്. ഇപ്പൊ ഡിസംബർ മാസത്തിലാണ് കടുക്കല് ടോപ്പ് ഇറച്ചി ഉണ്ടാവുന്ന നല്ല കടിക്കാം. നെണ്ടിനെ പിടുത്ത് കിട്ടിയാൽ നെണ്ടിന്റെ കഥ കഴിഞ്ഞു. ആ പിടുത്ത് കിട്ടാണ്ട് ഉള്ളിലായി പോയാൽ കടുക്കിന്റെ കഥ കഴിഞ്ഞു. ഭയങ്കര റിസ്കി അല്ലേ? ശൈലജി കൊറേ കാലായില്ലേ കച്ചവടം? കൊറേ കാലായിട്ട് ഞാൻ ചെയ്തു വരുന്ന ഒരു പണിയാണിത്. നല്ലോണം കൈകൊണ്ട് ഞരണ്ടണോ, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടുക് വെറുതെ ഇട്ടാ പോലെ വെളിച്ചെണ്ണയില്ലേ ഓരോ കടുകും പൊട്ടണം. നല്ല ടേസ്റ്റ് ഉണ്ട് കടുക്കയുടെ ആ ഒരു ഫുൾ ഫ്ലേവർ. കടലിനക്കര പോണോരേ കാണാ പൊന്നിന് പോണോരേ പോയി വരുമ്പോ എന്ത് കൊണ്ടുവരും? കൈ നിറയെ കല്ലുമക്കായി. Now we are at Elattur Beach, the real place for Kallumakai. ഞാനിവിടെ ഇപ്പൊ എലത്തൂര് വന്നതാണ് കല്ലുമക്കായി വാങ്ങാൻ. നിങ്ങളൊക്കെ ഇതിന്റെ ഹോൾസെയിലല്ലേ അല്ലേ? അപ്പൊ എനിക്ക് നല്ല വിലക്കെണ്ണാണോ അവിടുന്ന് കല്ലുമക്കായി കിട്ടുക? വില അല്ല, എനിക്ക് കല്ലുമക്കായി ഫ്രഷ് ആണ്. ഒരു ചതി വഞ്ചനൊന്നുമില്ല ഇവിടുത്തെ കച്ചവടം കല്ലുമക്കായി. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും. നിങ്ങൾ എത്ര വേണമെങ്കിലും ഹോൾസെയിൽ വേണമെങ്കിലും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നിങ്ങളിപ്പോ എന്തിനാ കൊണ്ടുപോകുന്നത്? കടുക്ക വണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് ഞങ്ങൾക്ക്. നമ്മളെ കോഴിക്കോട് കോടതിന്റെ അടുത്താ. അവിടെ ഇത് അരി നിറച്ച് നല്ല പ്യോർ വെളിച്ചെണ്ണയില് പൊരിച്ച കല്ലുമക്കായ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അല്ല ഈ പാറമല കടുക്ക ഉണ്ടാവുക കല്ലാണ് കടലിലുള്ളത്. കടലില് ആ നിർത്തിയിട്ട തോണി. പിന്നെ പിള്ളേര് താഴോട്ട് ഇറങ്ങണം, വെള്ളത്തിന്റെ അടിയിൽ പോണോ? കൊറേ അടി പോണോ? കൊറേ അടി പോണം. ഇങ്ങനത്തെ കത്തിണ്ട്, കത്തി വെച്ചിട്ട് ചരണ്ടി എടുക്കണം. ഇത് ഇവിടുത്തെ കടിക്ക? ഇത് ഇവിടുത്തെ കടിക്കാണ്. നമ്മളെ എലത്തൂർ കടിക്കുള്ള പ്രത്യേകത എന്താണ്? നല്ല കാമ്പുണ്ടാവും, ഫ്രഷ് കടിക്കാണ്. ഇവിടെ അയിമുഖാണ്. ഇവിടെ അയിമുഖം എന്ന് പറയുന്നത് അയിമുഖം എന്ന് പറഞ്ഞാൽ കടലും പുഴയും കൂടി ചേരുന്ന സ്ഥലമാണ്. അപ്പൊ അതിനെ കൊണ്ട് എന്താ പറയുക, എപ്പോഴും ഫ്രഷ് ആയിട്ടാണ്. വെള്ളം ഇങ്ങനെ പോകുമ്പോൾ കടുക്ക എപ്പോഴും നല്ല ഫ്രഷ് ഉണ്ടാകുക. ഈ മഴ പെയ്ത വെള്ളം കൂടെ വരുന്ന നല്ല വെള്ളം കടലിലേക്ക് വരും. അതാണ് ഇവിടുത്തെ ഈ വെള്ളത്തിന്റെ പ്രത്യേകത. അപ്പൊ ആ കടിക്ക് നല്ല കടിക്ക ഉണ്ടാകുക. തോണി വരുന്നുണ്ട് മരിയ, നമുക്കുള്ള കടുക്കതാ വരുന്ന തോണി കണ്ട. അയാൾ അവിടെ കൊറേ ബോട്ട് അവിടെ ദേമായിട്ട് റോക്ക് ഉണ്ടാവും, അതിന്റെ മുകളിൽ പറിച്ചിട്ട് അതാ നമ്മളെ ബോട്ട് വരുന്ന. നോക്കിക്കേ, തോണി ഇവിടെ വന്നു കഴിഞ്ഞാ അവരിങ്ങനെ ഫുള്ള് ചെയ്ത് തോണീനെ മട്ടെടുക്കും. നിങ്ങൾ കടലിൽ പോണ ആളല്ലേ? അപ്പൊ അതിന്റെ അടുത്ത് എന്തെല്ലാം കല്ലുണ്ട്? കല്ല് മറിയാൻ കല്ല് ഒട്ടുകാണ്ട് വേണ്ടത് പുറത്തേക്കല്ല്. ഏറ്റവും നല്ല കടുക്ക കിട്ടല്ലോ ഇവിടുന്ന? ഏറ്റവും നല്ല കടിക്കാന്ന് പറഞ്ഞാലും മറിയം കല്ലില്. അത് വെച്ചാൽ എല്ലാവരും പെട്ടെന്ന് എത്തൂല അങ്ങോട്ടേക്ക്. നല്ലൊരു അത്യാവശ്യം എങ്ങനെ താഴത്ത് പോകണം. അത് എല്ലാരും ഒന്നും പോവില്ല, നിങ്ങള് പോവാ. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് കടുക്കാ പ്ലക്കാണ്. ഭയങ്കര റിസ്കി അല്ലേ? അയ്യോണ്ട് ഇങ്ങനെ പറിച്ച കയ്യെല്ലാം മുറിഞ്ഞു പോയില്ലേ? നിങ്ങളെ കയ്യിലൊന്നും പ്രശ്നമില്ല, ഗ്ലൗസ് ഇടുവാ?
ഇത് ഗ്ലൗസ് ഗ്ലൗസ് ഇടും. ഇത് നല്ല കടുക്ക, ഇത് കുറച്ചുകൂടി വലിപ്പുണ്ട്. നല്ല കടുക്ക കടിക്കാണ്ടാകും ഏതായിരുന്നാലും ഇപ്പോഴത്തെ നല്ല ടേസ്റ്റാ. 4-5 കൊല്ലത്തിനടുത്ത് പൊക്കല്ല ടൈമിൽ നിൽക്കുന്ന കടിക്ക ഇറച്ചിയുള്ള കടിക്ക് പൊക്കല്ല. ഏത് മാസത്തിലെ ഏറ്റവും നല്ല കടുക്ക ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ മാസത്തിലൊക്കെ നല്ല ഇറച്ചി. അപ്പൊ ഡിസംബർ മാസത്തിലാണ് കടുക്കല് ടോപ്പ് ഇറച്ചി ഉണ്ടാവുന്ന സമയം. നല്ല കടിക്കാം. നല്ല കടിക്കാം. എന്താ ചെയ്യാ? കാലാവസ്ഥ മാറ്റാം. ഈ സീസണിൽ കടക്കൽ നെണ്ടില്ല. ഓക്കെ, സാധാരണ നിലക്ക് ചിലപ്പോ നമ്മള് കടുക്ക പൊരിക്കുമ്പോ ചെറിയ ഞണ്ടിനെ കാണാം. അതിന് ഈ കല്ലുമ്മക്കായി വായി തുറന്ന് ഇര പിടിക്കുക നെണ്ടിനെ. ആ നെണ്ടിനെ പിടുത്തം കെട്ടിയാൽ നെണ്ടിന്റെ കഥ കഴിഞ്ഞ്. ആ പിടുത്തം കിട്ടാണ്ട് ഉള്ളിലായി പോയാല് കടക്കിന്റെ കഥ കഴിഞ്ഞ്. അങ്ങനെയാണ് കടക്കല് മാംസം കമ്മിയാകുന്നത്. കടക്കിലെ മാംസം കമ്മിയാകുന്നത്. ഇത് ഈ ഞണ്ടിനെ ആയിരിക്കും കഴിക്കുക. ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് ഞെങ്ങി കിട്ടണം അല്ലേ? കടി കിട്ടിയാൽ നെണ്ടിന്റെ കഥ കഴിഞ്ഞ് കടക്കല് ഹാപ്പിയായി. പക്ഷെ അത് കടി കിട്ടാണ്ട് കയറി കഴിഞ്ഞാല് കടക്കിന്റെ കഥ കഴിഞ്ഞ്. കടുക്കന ഞണ്ട് തിന്നു. തിരക്കേടില്ലാതെ ഇത് അല്ലെ? ഞങ്ങൾ പറയേ ഈ പുഴവെള്ളത്തിൽ ഉണ്ടാവുന്ന കടുക്ക അത്ര വൃത്തി ഉണ്ടാവില്ല. ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ച് കടലിലെ വെള്ളം ഓരോ പ്രാവശ്യം അടിച്ച് വൃത്തി ഉണ്ടാവും. പിന്നെ അത് മാത്രല്ല, ഇതിന്റെ ഈ കാമ്പെടുക്കുന്ന സമയത്ത് ഇതിന്റെ വെള്ളം ഉണ്ടല്ലോ, അതും നല്ല ശുദ്ധിയുള്ള വെള്ളം തന്നെ ആയിരിക്കില്ലേ? നല്ല ക്ലീൻ ചെയ്ത് നല്ലതാക്കിയിട്ട് ആ വെള്ളം തന്നെ നമ്മളെ കറിയിൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ചിലവര് പുഴുങ്ങിയിട്ട് എടുക്കും, ചിലവർ ഇങ്ങനെ ഇറന്നെടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുഴുങ്ങിയെടുത്താലും പിന്നെ നമ്മളെ കാര്യമായിട്ടുള്ള വെള്ളം അതിൽ പോയി പോകും. ഇതിന്റെ ടേസ്റ്റ് വെള്ളമാണ്. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ വെള്ളം കൂടി കറിയിലേക്ക് ഒഴിക്കണം. അതെ അതെ. എന്നാലും അത് നമ്മൾ പുഴുകി എടുക്കുമല്ലേ ഇതിന് നല്ല ഷേപ്പ് കിട്ടും. നമ്മൾ ഇങ്ങനെ ഇറന്നിടുന്ന സമയത്ത് ഇതിന് കയ്യും കാലും പോലെ ഉണ്ടാവും. പിന്നെ അതേമാതിരി തന്നെ ഇതിനൊരു കറുപ്പ് സാധനല്ലേ, ലിവറാണ്. അതുകൊണ്ടല്ലേ വയറുവേദന ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ കടുക്കനെ സംബന്ധിച്ച് പെട്ടെന്ന് കല്ലുമ്മക്കായി ചിലപ്പോ വയറിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് നമ്മള് ഫ്രഷ് ആയിട്ട് എത്തിയിട്ടല്ലേ ഉള്ളൂ. ഫ്രഷ് ആയിട്ട് ഇതാ പറ്റത്തില്ലേ? ഞാനും കഴിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകാം. ഞാനൊന്നും നോക്കട്ടെ, കഴിക്കടാ. കഴിച്ചോളി, കഴിക്കുന്ന കുഴപ്പമില്ല. നിങ്ങൾക്ക് വേറെ എന്നിട്ട് ഒഴിവാക്കിയാലും മതി. നിങ്ങൾ കഴിച്ചു നോക്കി ഉപ്പ് ഉണ്ടാവുന്നുള്ളൂ. കടൽ ഓർമ്മാവുക, കടൽ ഓർമ്മാവുക. കഴിച്ചു നോക്കി നിങ്ങൾക്ക് ചിലപ്പോ കടുക്കന്റെ ടേസ്റ്റ് കണ്ടില്ല നിങ്ങൾ? കടുക്കന്റെ നല്ല ടേസ്റ്റ് ഉണ്ടാകാം. ഇത് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാന്ന് ശരിക്കും ഇങ്ങനെ ഇറന്ന് കൊണ്ടുപോയിട്ട് കറി വെച്ചാലാ ഏറ്റവും ടേസ്റ്റ്. കടുക്ക തുറന്ന് കാണിച്ചു തരുവാ? ഓക്കെ. ഈ കടുക്കയില് നമ്മുടെ വയറ്റിലാവാൻ പാടില്ലാത്ത സാധനം ഈ പുല്ല് അല്ലേ? ഈ പുല്ലാണ് ഒഴിവാക്കേണ്ടത്. ഇത് ഒഴിവാക്കണം. എന്താ പറഞ്ഞാൽ നമ്മളെ ഈ വയറ്റിൽ പോയി കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആണ്. അതാണ് വയറുവേദന ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിന്റെ നാര് പോയി പോയാലും ബാക്കി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇറക്കുക ഞങ്ങൾ പറയാ. ഇറക്കാന്ന് പറയാ. ഇറക്കാന്ന് പറഞ്ഞാൽ ഷെല്ലിൽ കാര്യത്തിൽ ഇറക്കുക. അങ്ങനെ ഇറന്ന് എടുക്കുക ചെയ്യേണ്ടത്. അങ്ങനെയാണ് കടുക്ക ഇറക്കുക. ഇവിടെ ഒരു ആണി ഉണ്ടാവും. അതേമാതിരി ഈ ആണി ഇറക്കം അങ്ങോട്ട് പോകുന്നു. ഇതാണ് ലിവർ. ഇതാണ് ആള് പറയാ കൂട്ടാൻ പാടില്ല എന്നുള്ള വിഷയം. പിന്നെ ഇല്ല, ആകെ കാര്യമായിട്ടുള്ള സത്ത് തന്നെ ഇതാണ്. ഇത് ഒഴിവായി പോയാൽ ടേസ്റ്റ് പോയി. ഇതിന്റെ ലിവറാണിത്. ഇത് ഒഴിവായ ടേസ്റ്റ് പോയി. ഇതല്ല വയറുവേദന ഉണ്ടാക്കുന്ന സാധനം. എല്ലാരും പറയും ഇതെടുത്തിട്ടില്ല വയറുവേദന ആവുന്നു. പക്ഷെ ഇതിന്റെ കാട്ടൊന്നല്ല, ലിവിങ് ഓർഗാനാണ്. ഇതിന്റെ ഈ സാധനം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ടേസ്റ്റ്, കാര്യമായിട്ടുള്ള ടേസ്റ്റ് ആ ലിവർ മാത്രം എടുത്തൊന്ന് കഴിച്ചു നോക്കി. നിങ്ങൾ ഉയങ്ങിയിട്ട് നിങ്ങൾ കഴിച്ചാലും മതി. കഴിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ്. എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കല്ലുമ്മക്കായി തിന്നുന്നുണ്ട്, കല്ലുമ്മക്കായി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും ഞാൻ എടുത്ത് കളഞ്ഞില്ല. അപ്പൊ അതൊരു വലിയ സംശയമുള്ള കാര്യമാണ്. കടുക്കന്റെ വയറുവേദന വരുന്നത് ഒരിക്കലും അതൊരിക്കലും അല്ല. ഇവിടുന്ന് ഞങ്ങൾ അവിടുന്ന് കടുക്ക വളർത്താൻ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. അതിന് ഒരു കൊട്ട കടുക്ക കൊണ്ടുപോകാൻ 10 ചാക്ക് കടുക്ക വാരാ. ഒരു കൊട്ടയില് കാണുക 1000 കടിക്കുകയാണെങ്കിൽ 10000 കടുക്ക പിന്നെ എടുക്കും. എങ്ങനെയാന്ന് പറഞ്ഞാല് വളർത്താൻ കൊണ്ടിട്ടാല് പിന്നെ വലുതാവും. വിത്ത് വലുതാകുന്നതിനനുസരിച്ച് വലിപ്പം കൂടുന്നതനുസരിച്ച് ഒരു 10 ചാക്കൊക്കെ വാരാനുണ്ടാവും. ഇനിയിപ്പോ ഞങ്ങളെ സീസൺ കഴിയാനേ ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് എല്ലാം അവസാനിക്കും. അപ്പൊ ഈ സീസൺ കഴിഞ്ഞിട്ട് കിട്ടേണ്ട കടുക്കാണ് ഈ കടുക്ക കുട്ടീന്റെ വിത്ത് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് പാകും, വേറെ പുഴയിൽ പാകും. അത് പാകി കഴിഞ്ഞാൽ അത് എത്ര മാസം എടുക്കും? അത് ഒരു 2-3 മാസം ആകുമ്പോഴേക്ക് ഏകദേശം വലിപ്പമാവും. 2-3 മാസം കൊണ്ട് ഈ വിത്ത് വലുതാവും. അവിടെ നിന്നിട്ട് ഇത് അവിടുന്ന് ഓരോരുത്തർക്കും ഒരു ഏരിയ ആണ്. ആ ഏരിയയിൽ അവിടെ കൊണ്ടിടും. അവിടെ നിന്നാണ് ഇത് വളർത്തി വലുതാക്കിയത്. സോർട്ട് ഓഫ് കൾച്ചറിങ് അല്ലെ, ചെമ്മീൻ
കൃഷി എന്നൊക്കെ പറഞ്ഞ അതേമാതിരി. ഇപ്പൊ കടുക്ക കൃഷിയാണ്. അതാണ് സർക്കാർ അതിനെ പോപ്പുലാരിറ്റി ഇല്ല, ഇല്ലാന്നുള്ളൂ. ചെമ്മീന്റെ അത്ര പോപ്പുലാരിറ്റി ഇല്ല. അപ്പോൾ ഓരെന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഓർക്ക് എന്തായാലും ഏജന്റിന് എന്താ പറഞ്ഞാല് വെറുതെ ഇവിടെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല. ഓലാന്നിപ്പോ എന്ത് ചെയ്യും, സീസൺ കഴിയുന്ന മയത്താണ് ഇത് തിരിച്ചെടുക്കും. ഇപ്പൊ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു പോയലത്ത്. പിന്നെ എന്താ പോയക്കടുക്കക്ക് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സീസൺ കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും, ഗോവക്ക്, മറ്റേ കാർബാറ്, മുക്ക എല്ലാം. ഞങ്ങളിപ്പോൾ അവിടെ പോയി വന്നാ ചൊറക്കല്ല്, ഞങ്ങൾ അവിടെ ഇവിടുത്തെ മാതിരിയല്ല. അവിടെ പിന്നെ നമുക്ക് എത്ര വേണം പറിക്കാം, ഇവിടുത്തെ മാതിരിയല്ല. എത്ര അല്ല അവിടെ എന്താ പറഞ്ഞാല് ഈ നമ്മളെ തിരുവനന്തപുരത്ത് ഉള്ള കടിക്കില്ലേ അതേമാതിരത്തെ ഒരു കളറ്, ചോപ്പ് കളറാണ്. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പത്തേക്ക് അത് ഇറന്നിട്ട് വെക്കുന്നത് അല്ലേ? പ്ലാസ്റ്റിക് കവറിൽ വെള്ളത്തിലാക്കിയിട്ട് ഇറന്ന് വെക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മള് കോഴിക്കോടുള്ള ആൾക്കാർക്ക് ഈ കളർ കണ്ടിട്ടില്ലെങ്കിൽ അത് കല്ലുമ്മക്കായാന്ന് സമ്മതിക്കില്ല. അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ കളർ വേണം. നേരെ മറിച്ച് തിരുവനന്തപുരത്ത്, ഗോവ എല്ലാം പോകുമ്പോ ആ കളർ മാറും. ഇവിടെ കടുക്കൊക്കെ ഒരു ചടപ്പുണ്ട്. എന്താ പറഞ്ഞാൽ തമിഴ് ഇവിടെ നിന്ന് വരുന്നുണ്ട്, ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് വരുന്നത് പാലത്തിന്റെ കാലിന്റെ ചോട്ടിലാണ് ഇതിന്റെ ഇത് നടക്കുന്നത്. അപ്പൊ അവിടുത്തെ കളർ കടുക്കൊക്കെ മഞ്ഞ കളറാണ്. മഞ്ഞ കളർ ആ കടുക്ക അതെന്താ പറഞ്ഞാൽ ചില സ്ഥലത്ത് ആൾക്കാർ ഇറന്ന് വെക്കുമ്പോ ആൾക്കാർ ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലുകാർക്ക് ഇതെന്താ പറഞ്ഞാൽ കറിയിലേക്ക് എടുക്കുമ്പോൾ അറിയില്ല. മറ്റേ നമ്മളിപ്പോ ഒരാളെടുത്ത് പോയിട്ട് ഇറന്ന് വാങ്ങുകയാണെങ്കിൽ ആ സാധനം കറക്റ്റ് മനസ്സിലാവും. ഈ മഞ്ഞ കളർ ചില ആളുകൾ വാങ്ങാൻ നിൽക്കൂല. ഇതാണ് കോഴിക്കോടിന്റെ നമ്മളെ പ്രദേശത്തെ കല്ലുമ്മക്കായിന്റെ സ്പെഷ്യാലിറ്റി. ഈ ഒരു ഫ്ലേവർ, ഈ ഒരു ഉപ്പ് രസം, പിന്നെന്താ ഇതിന്റെ ബെസ്റ്റ് ഓഫ് ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഈ ഏരിയ തന്നെ വരണം. ഇതിന്റെ മെയിൻ ഏരിയ കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയാണ് ഇതിന്റെ മെയിൻ ഏരിയ. ഈ ടേസ്റ്റിൽ കിട്ടാൻ പോകുന്ന സാധനം. That is the difference of Kallumakkai of Kozhikode. This is what you should enjoy when you come to Calicut. After biryani, Kallumakkai is the thing that you have to try. ഒരു നല്ല മഴക്കാലമൊക്കെ കഴിഞ്ഞ് പുഴയിൽ നല്ലൊരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാല് നേരെ കേരളത്തിലുള്ള പുഴകളിൽ നിന്നുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കടലിലേക്ക് വരികയാണ്. ഈ വെള്ളത്തിന്റെ സലൈൻ കണ്ടന്റ് കുറയാണ്. ഈ ഫ്രഷ് വാട്ടർ മിക്സിംഗ് വിത്ത് സീ വാട്ടർ, ആ സലൈൻ കണ്ടന്റ് വ്യത്യാസം വരികയാണ്. അപ്പോൾ ഈ മീനെല്ലാം കാണുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഒരു സ്വിം ചെയ്യും. അപ്പൊ ആ കിട്ടുന്ന മീനിന്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതാണ് ഈ അറേബ്യൻ കടലിലെ ഈ മീനിന്റെ സമ്പത്തോ ഇത്രയും വാല്യൂബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കടുക്ക പൊരിക്കുന്നതിന്റെ മുന്നേ മസാലയ്ക്കും കൊയ്ക്കുമ്പോ ആ മസാലന്റെ അകത്തേക്ക് ഈ പുയിങ്ങന്റെ വെള്ളം അടിപൊളി ടേസ്റ്റാ. ആ കടുക്ക കൂട്ടിയാ പിന്നെ ഞങ്ങൾ കൂട്ടില്ല. നാടൻ കടുക്കൊക്കെ അതാണ് പ്രത്യേകത. അപ്പൊ അരുൺ പറഞ്ഞ അരുണിന്റെ വീട്ടിൽ ഉണ്ടാക്കി തരാന്ന്. പച്ചക്കായി ഇട്ട് വെച്ച കറിയും കടുക്ക പൊരിച്ചതും കുട്ടിയുടെ കൂടെ അല്ലേ? നല്ല കോമ്പിനേഷൻ അല്ലേ? ഇന്ന് ഞാൻ എലത്തൂര് ബീച്ചിൽ അരുണിന്റെ കടുക്ക വരുന്ന സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പോയി. അവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള കടുക്ക എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ കണ്ട് അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ അരുണിന്റെ അമ്മനെ പരിചയപ്പെട്ടു. അരുണിന്റെ അമ്മന്റെ പേര്, നിങ്ങളുടെ പേര് എന്തേലും? എന്റെ പേര് ശൈലജ. ശൈലജ കുറെ കാലമായില്ലേ കച്ചവടം? കുറെ കാലമായിട്ട് ഞാൻ ചെയ്തു വരുന്ന ഒരു പണിയാണിത്, കടുക്കന്റെ പണി. അപ്പം എനിക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് കടുക്കയും പച്ചക്കായും ഇട്ട് കറി ഉണ്ടാക്കി പഠിപ്പിച്ചു തന്ന്. അപ്പൊ അരുണിന്റെ അമ്മ ഉണ്ടാക്കി തന്ന കല്ലുമ്മക്കായിന്റെ കറീന്റെ വീഡിയോ ഇതാ ഞാനിപ്പോ ഇവിടുന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഞാൻ വളരെ ചെറുപ്പത്തിലേ കല്ലുമ്മക്കായി എന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോ പച്ചക്കായി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. ഇത് ഈ പച്ച നേന്ത്രപ്പഴല്ലേ, നേന്ത്രക്കൊലയുടെ പച്ചക്കായ. ഇനി ആദ്യം തന്നെ നമ്മള് ചട്ടിയിലേക്ക് എന്തൊക്കെയാ ഇടേണ്ടത്? പച്ചക്കായ ഒരു പച്ചക്കായ, ഒന്നൊന്നര, വലുതാണെങ്കിൽ ഒന്ന്, ചെറുതാണെങ്കിൽ 2 എണ്ണം. പിന്നെന്തെങ്കിലും നമുക്ക് ഉള്ളി, വെല്ലുള്ളിയോ ചെറിയ ഉള്ളിയോ ഇതിന്റെ ടേസ്റ്റ്? വെല്ലുള്ളി. പിന്നെ തക്കാളി. അപ്പൊ പുളിയല്ല
പുളിക്ക് പകരം തക്കാളി. കടുക്കൊക്കെ കടുക്കൊക്കെ തന്നെ ഒരു പുളി. പുളി വേണ്ട. ഓ, കടുക്ക ഉണ്ടാക്കുന്ന സമയത്ത് പുളി വേണ്ട. വേണ്ട. കടുക്കന്റെ ഉപ്പ് രസത്തിൽ തന്നെ പുളിയാണ്. അത് കാരണം നമ്മൾക്ക് അധികം പുളി വേണ്ട. അതാണ് തക്കാളി ഉപയോഗിക്കുന്നത്. ഇനി ഒരു 4-5 പച്ചമുളക്. ആ. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി. ഇഞ്ചി നന്നായി കൊത്തി അരിഞ്ഞതാട്ടാ. അത്ര പച്ച സാധനങ്ങൾ ഇതൊക്കെ. നമ്മൾ എന്തൊക്കെ ഇട്ടെന്നറിയോ? പച്ചക്കായി ചെറുതാക്കി മുറിച്ചിട്ട് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി. പച്ചമുളക് മാത്രമല്ല, മുളക് പൊടിയും കൂടി വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ടാൽ മതി. നമുക്ക് കുറച്ച് ഉപ്പിടണ്ടേ? കല്ലുപ്പ്. കയ്യിലിട്ടൊരു സ്പൂണ് വേണ്ട. അത് നമുക്ക് കണക്ക് വേണമെങ്കിൽ കൈ തന്നെ വേണോ? ശരി. അങ്ങനെ കണക്കിനൊരു കൈ ഉപ്പും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി മസാലകൾ എന്നിട്ട് എടുത്തോളെ. ഇതെന്ത് മസാലയാ? ഇത് മല്ലി. എങ്ങനെ ഇത് ഉണ്ടാക്കിയത്? നല്ലോണം വറുത്ത് പൊടിച്ചിട്ട്. മല്ലി വറുത്ത് പൊടി. മല്ലി വറുത്തിട്ട് ചൂടാക്കിയ മല്ലി. ഇതാണ് നിങ്ങൾ ഇടുക പടക്കി. ഞങ്ങൾ ഇതൊക്കെ ഒരു സാധനം തരാം. ഇതാ ഇത് ഞങ്ങൾ ഇതേമാതിരി ചൂടാക്കി അരികളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പൊടിയാണ്. ഞങ്ങളുടെ കമ്പനീന്റെ പൊടിയാ. ഇത് ഞാൻ എന്റെ വലിയ മകനെ ഉണ്ടാക്കുമ്പോഴേ അത് കണ്ടുപഠിച്ചിട്ട് ഈ പൊടി ഇപ്പൊ ഞാൻ കുപ്പിയിലാക്കി വെക്കുകയാണ്. അതെ, നല്ലോണം പാക്ഡാണ്. അതേ കണക്ക് തന്നെ. അതിലൊന്ന് വസഞ്ചു നോക്കി. മണം കിട്ടീനാ? ഓ, കിട്ടി. നല്ല മല്ലീന്റെ നിങ്ങളെ കണക്കിൽ ഇട്ടോളി. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇതിലിപ്പോ മഞ്ഞളും ഉണ്ട്. മഞ്ഞൾ ഇട്ടോളി. 1 ടീസ്പൂൺ മഞ്ഞൾ കുറച്ചിട്ടാ മതി. ഓൾറെഡി മഞ്ഞളുണ്ട്. ഞങ്ങളുടെ മാറിനേറ്റ് മസാല എന്ന് പറയാ സംഗതി. ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ മുളക് പൊടിയാണ്. ഇത് പൊരിക്കാനും വരട്ടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മുളക് പൊടിയാ. നല്ലോണം സീൽഡ് ആണ്. ദൂരെ പോകുമ്പോ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടില്ല. ഇതിന്റെ കളർ ഉണ്ടെങ്കിൽ കണ്ട്. ഇനി ഇത് നോക്കി. ഇങ്ങനെയുള്ള തരി ഇതില്ലേ, തമിഴ്നാട്ടിലൊക്കെ പൊടിയാണെങ്കിൽ തരി ഉണ്ടാവും. കേരളക്കാർക്ക് നല്ല നേരിയ പൊടി വേണം. നമ്മളെ കറികൾക്കും പൊരിക്കാനും ഒക്കെ നല്ല സാധാരണ ഇടുമ്പോലെ ഇട്ടോളി. കണക്ക് പോലെ 2-2.5 ടീസ്പൂൺ മുളക് പൊടി. അതാ എപ്പോഴും ഒരു പൊടിയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടച്ചു വെക്കണം. എന്താ വെച്ചാൽ ഒരുപാട് ക്വാളിറ്റി ഇതിന്റെ വാസന ഇതാ. ഈ ആവശ്യത്തിനുള്ള വെള്ളം വേണം. അല്ല കടിക്കുക. വെള്ളം വേണം. കൈ തട്ടണോ, നല്ലോണം കൈകൊണ്ട് ഞെരണ്ടണോ, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളെ കയ്യിൽ എന്തോ ഒരു കാര്യമുണ്ട്. ആ കൈ തട്ടി ആ തക്കാളിയൊക്കെ നല്ലോണം ഒരതി ആ പച്ചമുളകെല്ലാം കൈമ തട്ടിയിട്ട് ഉണ്ടാക്കി നോക്കി. ഒരു സ്പൂൺ കൊണ്ട് ഇളക്കുന്നതും കൈ കൊണ്ട് ഇളക്കുന്നതും ഭയങ്കര വ്യത്യാസമാണ്. കൈക്ക് ചൂട് വരും. അതൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ കത്തിച്ചാൽ മതി. നമ്മളൊക്കെ കുറച്ച് തീ എക്സ്പെർട്ട് ആയതുകൊണ്ട് പ്രശ്നമില്ല. നമ്മളെ കൈ എത്ര വേഗം പോകും. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ. ഈ പച്ചക്കറിക്ക് വേണ്ടിയിട്ടാണ് എത്ര വെള്ളം. അഥവാ നിങ്ങൾ പച്ചക്കറി ഇല്ലാണ്ട് കടുക്കക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര വെള്ളം വേണം. പച്ചക്കറി ഒന്ന് വേവുമ്പോൾ നമ്മള് ഇത് ചിലപ്പം വെള്ളം വറ്റൂലല്ലോ. കടുക്കനെക്കാട്ടിയും വേവ് പച്ചക്കായ്ക്കാം. ഓക്കെ, പച്ചക്കായ് വേവാൻ കുറച്ച് സമയം എടുക്കും. കായ് നല്ലോണം വന്നിട്ടുണ്ട്. ലൈക്ക് 70% 80% കായ് വന്നിട്ടുണ്ട്. കടുക്ക ഒരുപാട് വേവിക്കാൻ പാടില്ല. കടുക്ക ചെമ്മീന് എല്ലാം കുറച്ചേ വേവാൻ പാടുള്ളൂ. അപ്പൊ ഇത് വെന്തതിന്റെ ശേഷം മാത്രമേ കടുക്കിടാൻ പാടുള്ളൂ. ഇന്ന് രാവിലെ നമ്മള് കടപ്പുറത്ത് പോയി കടുക്ക കൊണ്ടുവന്ന് ചേച്ചിമാര് പൊളിച്ചു തന്ന് ആ കടുക്ക ഫ്രഷ് ആയിട്ടാണ് ഈ ചട്ടിയിലേക്ക് പോകുന്നത്. ഒരു ഐസും ഇല്ല, ഒരു കൃത്രിമവും ഇല്ല. കടുക്ക കറിയിലേക്ക് ഇട്ടോളി. എന്തിന്റെ കൂടെ തിന്നാൻ ഏറ്റവും നല്ലത് കടുക്കക്കറി. പുട്ടിന്റെ കൂടെയാ? കടുക്കക്കറി പുട്ടിന്റെ കൂടെ കഴിക്കാം, ബ്രെഡിന്റെ കൂടെ കഴിക്കാം. ബ്രെഡ് ചപ്പാത്തിന്റെ കൂടെ കഴിക്കാം. ചപ്പാത്തിന്റെ കൂടെ ഒക്കെ സൂപ്പറാണ്. ഇത് ഇങ്ങനെയും വെക്കാം. തേങ്ങ അരച്ചിട്ട് ഒഴിക്കാം, തേങ്ങാപ്പാൽ ഒഴിക്കാം, തേങ്ങ വറുത്തരച്ചൊഴിക്കാം. എവറി ഡേ സെയിം ഗ്രേവി ആക്കണ്ട. എവറി ഡേ യു കെൻ മേക്ക് ഇറ്റ് ഡിഫറൻറ്റ്. ഒരു ദിവസം പച്ചത്തേങ്ങ ഒഴിക്കുക, ഒരു ദിവസം തേങ്ങാപ്പാൽ ഒഴിക്കുക. ലൈക്ക് വെൻ യു മേക്ക് ദ കറി ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. ഒരു ദിവസം നല്ലോണം തേങ്ങ വറുത്ത് ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂട്ടിയിട്ട് തേങ്ങ നല്ലോണം വറുത്ത് ചോപ്പിച്ച് അതിൻ്റെ ശേഷം അരച്ചൊഴിക്കുക. അങ്ങനെ കറിക്ക് ഒരു ചേഞ്ച് ഓഫ് ഫ്ലേവേഴ്സ് കൊടുക്കാം. അരമുറി തേങ്ങി ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടി അരച്ച അരവാണിത്. കുറച്ച് മഞ്ഞൾ കൂട്ടിയുണ്ട്, കുറച്ച് തേങ്ങ ചേർക്കണീൻ്റെ കൂടെ. നല്ല മണമെല്ലാം വരുന്നുണ്ട്. പുട്ട് റെഡിയാ? നമ്മൾ എന്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് നാവിൻ്റെ തുമ്പത്ത് വെച്ച് നാവിൻ്റെ തുമ്പിനൊന്നും അറിയില്ല. എപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ചൂട് ഇവിടെ അത്ര ചൂടറിയില്ല. നല്ലോണം നക്കി
നാവിന്റെ ഉള്ളെടുത്ത് അണ്ണാക്ക് തട്ടി ബ്രെയിന് പറയണം അതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എല്ലാം കറക്റ്റാന്ന് പറയും. നാവിന്റെ തുമ്പേ ചായ കുടിച്ചിട്ട് എല്ലാം പോയിട്ടുണ്ടാവും ടേസ്റ്റ് ബഡ്സ് ഒക്കെ. അതുകൊണ്ട് ഉപ്പ് നോക്കുമ്പോ നല്ലോണം കയ്യിലെടുത്ത് നല്ലോണം നക്കിയിട്ട് തന്നെ നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കടുക്കയുടെ ആ ഒരു ഫുൾ ഫ്ലേവർ. മേ ബി നൺ ഓഫ് ദ സ്പൈസസ് ആർ ഓവർ പവറിങ്. ദി സ്പൈസസ് ആർ ലെസ് ആൻഡ് റിയൽ കല്ലുമ്മക്കായ്ക്ക ഫ്ലേവർ ഇസ് കം. നമ്മളെ തേങ്ങക്കും നമ്മളെ കടലിനും നമ്മളുടെ മീനിനും ഒക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. കോഴിക്കോട് കണ്ണൂർ പ്രദേശങ്ങളിൽ വന്നാൽ ഇതെന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം. ഇതൊരു ജീവിതത്തിലൊരു മസ്റ്റ് സാധനമാണ്. നമുക്കിതൊന്ന് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാം അല്ലേ, ഒന്നും കൂടി ഷാറാക്കാം. വെച്ചോളി കുറച്ച് കടുക് വെറുതെ ഇട്ടാ പോലെ വെളിച്ചെണ്ണയില് എണ്ണ ചൂടായി കടുകിട്ട് ഓരോ കടുകും പൊട്ടട്ടെ. കടുകെല്ലാം പൊട്ടി ചെറിയ ഉള്ളി ഇട്ടിട്ടാ മതി. കരിവേപ്പിട്ടോ, കരിവേപ്പില പെട്ടെന്ന് കരിഞ്ഞു. ഉള്ളിക്കൊരു ചെറിയ കളർ വന്നാലേ ഉള്ളിയുടെ ടേസ്റ്റ് വരുള്ളൂ. വെള്ള കളറിൽ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പക്ഷെ ആ ഉള്ളി ഇങ്ങനെ പൊരിഞ്ഞ് ഗോൾഡൻ കളർ ആവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാ. കരിഞ്ഞു പോയാലോ മതിർത്തും പോവും. അതുകൊണ്ട് ഉള്ളി പൊരിക്കുമ്പോൾ ഓൾവേസ് ഗിവ് എ ലോട്ട് ഓഫ് കോൺസെൻട്രേഷൻ. ആ ഉള്ളിക്ക് എല്ലാ ഉള്ളിക്കും ഒരേ കളർ വരണം കേട്ടോ. ഒരു ഉള്ളി മാത്രം ഒരു കളർ ആവരുത്. ഒന്ന് ഇളക്കി കൊടുത്താൽ പക്കത്തുള്ള ഉള്ളിയെല്ലാം നല്ല കളറാവും. അപ്പൊ അരുണിന്റെ അമ്മേനെ അരുണിന്റെ അമ്മ തട്ടില് കടുക്ക വിൽക്കുന്ന തിരക്കിലാന്ന് അവിടെ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ് എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ വന്ന് എനിക്ക് പഠിപ്പിച്ചു തരുന്നത് വലിയ ഉപകാരമായി. എത്രയോ ആൾക്കാർക്ക് ഈ കടുക്ക കണ്ടുപഠിക്കാനും നിങ്ങൾ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണല്ലോ നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് താങ്ക് യു. പുതിയ ആളുകള്, പുതിയ കഥകള്, പുതിയ റെസിപ്പീസ് വീണ്ടും നമുക്ക് കാണാം. സൈനിങ് ഓഫ് അബിദ റഷീദ്.